ഏവർക്കും മറ്റൊരു ഓൺലൈൻ ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ +1 ഫിസിക്സുമായി ബന്ധപ്പെട്ട ചാപ്റ്ററുകളാണ് പഠിച്ചുകൊണ്ടിരുന്നത്. ഒരു ചാപ്റ്റർ പഠിച്ചു കഴിഞ്ഞിട്ട് അടുത്തൊരു ചാപ്റ്റർ നമ്മൾ തുടങ്ങിയായിരുന്നു. ഫിസിക്കൽ വേൾഡ് എന്ന ആദ്യ ചാപ്റ്റർ നമ്മൾ പഠിച്ചു. പരീക്ഷയ്ക്ക് 1 മാർക്കിന് മാത്രം ചോദിക്കുന്ന ഒരു ചെറിയ ചാപ്റ്റർ ആയിരുന്നു. എന്നാൽ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റ് എന്ന ചാപ്റ്റർ പരീക്ഷയ്ക്ക് 3 or 4 മാർക്കിന് ചോദിക്കുന്ന ഒരല്പം ശ്രദ്ധിച്ചിരുന്ന നമുക്ക് ഈ പറയുന്ന മാർക്ക് എളുപ്പത്തിൽ വാങ്ങാൻ പറ്റുന്ന ഒരു ചെറിയ ചാപ്റ്റർ ആണ്. അതിൽ നമ്മൾ കഴിഞ്ഞ ക്ലാസ് നമ്മൾ ഡിസ്കസ് ചെയ്തത് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്, അതുപോലെ തന്നെ ഫിസിക്കൽ ക്വാണ്ടിറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ, ഫിസിക്സിലെ പ്രധാനപ്പെട്ട സിസ്റ്റംസ്, അതുപോലെ തന്നെ ഫെർമി, ആങ്സ്ട്രോം, ലൈറ്റ് ഇയർ, അസ്ട്രോണമിക്കൽ യൂണിറ്റ്, പാരലാക്സ് മെത്തേഡ്, ഇതൊക്കെ നോക്കി. ഡയമെൻഷനെ കുറിച്ച് പഠിച്ചു. ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു കാര്യമാണ്. അപ്പൊ അത് ശ്രദ്ധിച്ചിരുന്നാലേ നമുക്ക് അത് പഠിക്കാൻ പറ്റത്തുള്ളൂ. പരീക്ഷയ്ക്ക് ഏറ്റവും പ്രാധാന്യത്തോട് പഠിക്കേണ്ട ഒരു സെക്ഷനാണ് ഡയമെൻഷൻ. അത് നമ്മൾ ഒരു ഏകദേശം 10ഓളം ക്വാണ്ടിറ്റീസും ആ ക്വാണ്ടിറ്റീസിന്റെ ഡയമെൻഷനും പഠിച്ചു. അതിൽ നിങ്ങളുടെ ഞാൻ ബൈഹാർട്ട് ചെയ്ത് വെക്കാൻ പറഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. അത് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് പറയാം. ഓർത്തിരുന്നു. വെലോസിറ്റി ഡയമെൻഷൻ LT⁻⁻1 അല്ലേ? സ്പീഡ് കാണാതെ പഠിക്കാൻ പറഞ്ഞതാ. സ്പീഡിന്റെ ഡയമെൻഷൻ LT⁻⁻1. ഡയമെൻഷൻ എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്റേഴ്സിൽ എഴുതുക, സ്ക്വയർ ബ്രാക്കറ്റിനുള്ളിൽ എഴുതുക. അതാണ് അതിന്റെ ഒരു റൂള്. MLT എന്ന ഫോർമുല വരേണ്ടത് ഞാൻ ഇവിടെ M ഒഴിവാക്കി, M ആയതുകൊണ്ട് അത് ഒഴിവാക്കി എഴുതുന്നത്. ശ്രദ്ധിക്കുക. അടുത്തത് ഫോഴ്സ്. മൂന്നാമത് പറഞ്ഞത് ഫോഴ്സിനെ കുറിച്ചാണ്. സോറി, ആക്സിലറേഷൻ. ഫോഴ്സിന് മുന്നേ ആക്സിലറേഷൻ പഠിക്കുക. ആക്സിലറേഷന്റെ ഡയമെൻഷൻ LT⁻2 എന്നാ. അടുത്തതായിട്ട് ഫോഴ്സ് പഠിക്കുക. ഫോഴ്സ് എന്ന് പറഞ്ഞാൽ MLT⁻2 ആണ്. അടുത്തത് വർക്ക് കൂടെ പഠിച്ചു വെച്ചിരിക്കുക. വർക്ക് അല്ലെങ്കിൽ എനർജി. വർക്ക് മീൻസ് അത് ML²T⁻2 ആണ്. ഫോഴ്സ് ഇൻറ്റു ഡിസ്റ്റൻസ് ആണ്. അപ്പൊ ML⁻2 ഇൻറ്റു L വരും. സോൾവ് ചെയ്യുമ്പോൾ ML²T⁻2 വരും. അങ്ങനെ 10 ക്വാണ്ടിറ്റീസ് കഴിഞ്ഞ ക്ലാസ് ഞാൻ പഠിപ്പിച്ചതാണ്. അതിൽ 5 എണ്ണം നിങ്ങൾ ഉറപ്പായിട്ടും കാണാതെ പഠിക്കുക. അതിന്റെ കൂടെ പറഞ്ഞ വെലോസിറ്റി LT⁻⁻1, സ്പീഡ് LT⁻⁻1, ആക്സിലറേഷൻ LT⁻⁻2, ഫോഴ്സ് ML⁻⁻2, വർക്ക് ML²T⁻⁻2. ഡൗട്ടില്ല. ഇത്രയും നമ്മൾ പഠിച്ചു നിർത്തി. ഓക്കെ, ഇന്നത്തെ ക്ലാസ്സിൽ ഞാൻ പറയുന്നത് ഈ ഡയമെൻഷന്റെ ഉപയോഗത്തെ കുറിച്ചാണ്. വാട്ട് ആർ ദ യൂസസ് ഓഫ് ഡയമെൻഷൻസ്? ഡയമെൻഷൻസിന്റെ ഉപയോഗങ്ങൾ. പ്രധാനമായും 4 ഉപയോഗങ്ങളാണ് ഡയമെൻഷൻ കൊണ്ടുള്ളത്. ആദ്യ ഉപയോഗം, ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ശരിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഏത് ഉപയോഗിക്കാം? ഡയമെൻഷൻ ഉപയോഗിക്കും. എന്താ പറഞ്ഞത്? ഒരു സമവാക്യം ശരിയാണോ അല്ലയോ എന്ന് ഡയമെൻഷനലി നമുക്ക് എന്ത് ചെയ്യാം? കണ്ടെത്താം. അതാണ് ആദ്യ യൂസ്. രണ്ടാമത്തെ ഉപയോഗം, ടു ഡിറൈവ് കറക്റ്റ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ ഡിഫറെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ്. വ്യത്യസ്തങ്ങളായ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് തമ്മിലുള്ള ബന്ധം കണ്ടെത്തുന്നതിന് ഏത് ഉപയോഗിക്കും? ഡയമെൻഷൻ ഉപയോഗിക്കും. എന്ന് പറഞ്ഞാൽ ഒരു സമവാക്യം രൂപീകരിക്കാനും ഏത് ഉപയോഗിക്കും? ഡയമെൻഷൻ ഉപയോഗിക്കും. മൂന്നാമത്തേത്, ടു ഫൈൻഡ് ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ കോൺസ്റ്റന്റ്. കഴിഞ്ഞ ക്ലാസ് ഞാൻ പറഞ്ഞു കോൺസ്റ്റന്റുകൾക്ക് ഡയമെൻഷൻ ഇല്ല എന്നാ പറഞ്ഞത് അല്ലേ? ആ കോൺസ്റ്റന്റ് ഏതാ? ഒരു നമ്പർ. 2 എന്ന് പറഞ്ഞൊരു നമ്പറാണ്. ഇതിന് ഡയമെൻഷൻ ഇല്ല. പൈ ഒരു കോൺസ്റ്റന്റ് ആണ്. ഇതിന് ഡയമെൻഷൻ ഇല്ല. എന്നാൽ അല്ലാതെ കുറച്ച് ഫിസിക്സുമായി ബന്ധപ്പെട്ട കോൺസ്റ്റന്റുകൾ ഉണ്ട്. ഗ്രാവിറ്റേഷണൽ കോൺസ്റ്റന്റ്, ക്യാപിറ്റൽ ലെറ്റർ G, ഇതൊരു കോൺസ്റ്റന്റ് ആണ്. പക്ഷെ ഇതിനെന്തുണ്ട്? ഡയമെൻഷൻ ഉണ്ട്. അപ്പൊ ഇത്തരം ഫിസിക്കൽ കോൺസ്റ്റന്റുകളുടെ ഡയമെൻഷൻ കണ്ടെത്തുന്നതിനാണ് ഈ ഡയമെൻഷണൽ രീതി ഉപയോഗിക്കുന്നത്. അതാണ് മൂന്നാമത്തെ ഉപയോഗം. ലാസ്റ്റ് ഉപയോഗം, കൺവേർട്ട് യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ. ഒരു സിസ്റ്റത്തിൽ നിന്നും മറ്റൊരു സിസ്റ്റത്തിലേക്ക് യൂണിറ്റിനെ മാറ്റാൻ ഏത് ഉപയോഗിക്കും? ഡയമെൻഷൻ ഉപയോഗിക്കും. അപ്പൊ അത് ഡൗട്ട് വരാം. അതായത് CGS സിസ്റ്റം, FPS സിസ്റ്റം, MKS സിസ്റ്റം, SI സിസ്റ്റം, അങ്ങനെ ഒരു സിസ്റ്റംസ് ഉണ്ട്. ഒരു സിസ്റ്റത്തിൽ നിന്ന് മറ്റൊരു സിസ്റ്റത്തിലേക്ക് ഒരു യൂണിറ്റിനെ പറയണം. അങ്ങനെ പറയുന്നതിന് ഒരു ഇത്ര എമൗണ്ട് ഒരു സിസ്റ്റത്തിലായിരിക്കുമ്പോൾ അടുത്ത സിസ്റ്റത്തിൽ ഇതിന്റെ വാല്യൂ എത്ര എന്ന് കണ്ടെത്താൻ ഏത് ഉപയോഗിക്കും? ഡയമെൻഷൻ ഉപയോഗിക്കും. ഓക്കെ, ഇത്രയുമാണ് ഡയമെൻഷൻസിന്റെ ഉപയോഗം. ഒരിക്കൽ കൂടെ ഒന്ന് ഇംഗ്ലീഷിൽ പറയാം. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ, to derive correct relationship between different physical quantities,
ടു ഫൈൻഡ് ഡയമെൻഷൻ ഓഫ് ഫിസിക്കൽ കോൺസ്റ്റന്റ് ലാസ്റ്റ് കൺവേർട്ട് യൂണിറ്റ് ഫ്രം വൺ സിസ്റ്റം ടു അനദർ. അപ്പൊ നമ്മൾ 4 കാര്യത്തെ കുറിച്ചും പഠിക്കും. ഇതും പഠിച്ച് എറർ എന്താണ്, അതുപോലെ സിഗ്നിഫിക്കന്റ് ഫിഗർ എങ്ങനെ കണ്ടെത്താം, അത്രയും പഠിക്കുമ്പോൾ +1 ഫിസിക്സിലെ 2ാമത്തെ ചാപ്റ്റർ എന്ത് ചെയ്യും, വളരെ എളുപ്പത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന, നിങ്ങൾ ഒരല്പം ശ്രദ്ധിച്ചിരുന്ന, ഈ പറയുന്നതിനോടൊപ്പം ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ബൈഹാർട്ട് ചെയ്ത് ശ്രദ്ധിച്ചു കേട്ടിരുന്ന നമുക്ക് ഈ പറയുന്ന 4 മാർക്ക് എന്ത് ചെയ്യാൻ പറ്റും, എളുപ്പത്തിൽ വാങ്ങിയെടുക്കാൻ പറ്റും. ഓക്കെ, ഇത്രയും ഡൗട്ട് ഇല്ലല്ലോ. ശരി, ആദ്യ കാര്യത്തിലേക്ക് ഞാൻ പോവാണ്. ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ എങ്ങനെ നമ്മൾ കറക്റ്റ് ആണോ അല്ലയോ എന്ന് ഡയമെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് ചെക്ക് ചെയ്യും. ബാക്കി 3 ഞാൻ മാറ്റുവാണ്, ഓരോന്നായിട്ട് പഠിക്കും. ഫസ്റ്റ് കാര്യം, ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഓക്കെ, ഇതിൽ നിങ്ങൾ ആദ്യമായിട്ട് പഠിക്കുന്ന ഒരു വാക്കുണ്ട്, ആ വാക്ക് ശ്രദ്ധിച്ചിരിക്കുക. വാക്കിതാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡൈമെൻഷൻ. ഇതാണ് ഒരു രീതി. ഇതെന്താ രീതി എന്ന് ചോദിച്ചാൽ ഇതൊരു മെത്തേഡാണ്. ഈ മെത്തേഡ് ഉപയോഗിച്ചുകൊണ്ട് ഒരു സമവാക്യം ശരിയാണോ അല്ലയോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ചെക്ക് ചെയ്യാൻ പറ്റും. അതാണ് ഡയമെൻഷന്റെ ആദ്യ ഉപയോഗം. ആ രീതിയുടെ പേര് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. ഇപ്പൊ എന്താ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻസ് പരീക്ഷയ്ക്ക് ചോദിച്ചാൽ നിങ്ങൾ എഴുതണം, ആൻ ഇക്വേഷൻ വിൽ ബി കറക്റ്റ് ഇഫ് ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഓൺ ദി ഇക്വേഷൻസ് ആർ സെയിം. അതായത് ഒരു ഇക്വേഷൻ തന്നു, ആ ഇക്വേഷനിലുള്ള ഓരോ ടേമിന്റെയും ഡയമെൻഷൻ ഒരുപോലെ വന്നാൽ ആ സമവാക്യം ശരിയാണ്, അല്ലെങ്കിൽ ആ സമവാക്യം തെറ്റാണ്, ഡയമെൻഷനലി തെറ്റാണ്. ഓക്കെ, അപ്പൊ പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ ഉപയോഗിച്ചുകൊണ്ട് ഒരു ഇക്വേഷൻ ശരിയാണോ അല്ലയോ എന്ന് എന്ത് ചെയ്യാം, ചെക്ക് ചെയ്യാൻ പറ്റും. ഞാൻ എനിക്കറിയാവുന്ന അല്ലെങ്കിൽ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിലാക്കാൻ പറ്റുന്ന ഒരു 5 ഇക്വേഷൻസ് ബോർഡിൽ എഴുതാം. ഒന്ന്, v = u + at. ഡൗട്ടില്ല. 2, v² = u² + 2as. പഠിച്ചിട്ടുണ്ട്. 3, s = ut + ½ at². പഠിച്ചിട്ടുണ്ട്. 4, f = ma. കൊച്ചിലെ പഠിച്ചിട്ടുണ്ട്, നമ്മൾ 4ാമത്തെ ചാപ്റ്ററിൽ ഒരിക്കൽ കൂടെ പഠിക്കും. 5, t = 2π × √L/g. ഓക്കെ, നിങ്ങൾക്ക് അറിയാവുന്ന, നിങ്ങൾക്ക് പരിചയമുള്ള 5 സമവാക്യങ്ങൾ ഞാൻ ബോർഡിൽ എഴുതിയിട്ടുണ്ട്. ഈ സമവാക്യങ്ങൾ നിങ്ങൾ ശരിയാണോ തെറ്റാണോ എന്ന് ചെക്ക് ചെയ്യണം. അതാണ് ഡയമെൻഷന്റെ ആദ്യ ഉപയോഗം, ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. അതിനുപയോഗിക്കുന്ന രീതിയുടെ പേരാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. അപ്പൊ ഇതുവഴി എന്താ പറഞ്ഞത്, ഒരു ഇക്വേഷൻ ശരിയാകണമെങ്കിൽ ആ ഇക്വേഷനിൽ എത്ര ടേംസ് ഉണ്ടോ ആ ടേംസിന്റെ ഡയമെൻഷൻ ഒരുപോലെ വരണം. നോക്കിക്കേ, ഫസ്റ്റ് ഇക്വേഷൻ v = u + at അല്ലേ. ഒന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞു തരാം, ബാക്കി നിങ്ങൾ ചെയ്യാൻ ശ്രമിക്കുക. ഞാൻ ബോഡി ചെയ്തു തരും, എന്റെ കൂടെ ചെയ്യുക. അപ്പൊ നോക്കിക്കേ, v = u + at, ഇതൊരു ടേമാണ്, ഇതൊരു ടേമാണ്, ഇത് ഇത്രയൊരു ടേമാണ് എന്ന് പറഞ്ഞാൽ ഇതിൽ എത്ര ടേം ഉണ്ട്, 3 ടേംസ് ഉണ്ട്. ഈ 3 ടേംസിന്റെ ഈ ഡയമെൻഷൻ ഒരുപോലെ വന്നാൽ ഈ ഇക്വേഷൻ ഡയമെൻഷനലി എന്താണ്, കറക്റ്റ് ആണ്. അപ്പൊ നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഓക്കെ, ഇതിൽ ഓരോന്ന് എന്താണെന്ന് ഞാൻ പറഞ്ഞു തരാമേ. v എന്താണ്, u എന്താണ്, a എന്താണ്, t എന്താണ് അറിയാം, ചിലപ്പോൾ മറന്നു വെക്കാം. v എന്ന് പറഞ്ഞാൽ വെലോസിറ്റി, ഫൈനൽ വെലോസിറ്റി. u എന്ന് പറഞ്ഞാൽ ഇനിഷ്യൽ വെലോസിറ്റി. a ആക്സിലറേഷൻ, t ടൈം. അറിയാം. ഓരോന്നിന്റെ ഡയമെൻഷൻ ഒന്ന് പറഞ്ഞേ. വെലോസിറ്റി ഞാൻ നേരത്തെ ഇവിടെ എഴുതിയിട്ടതാ. വെലോസിറ്റി ഡയമെൻഷൻ ഏതാ, വെലോസിറ്റിയുടെ ഡയമെൻഷൻ lt⁻⁻. താഴോട്ട് എഴുതാം. വെലോസിറ്റി ഡയമെൻഷൻ എന്ന് പറഞ്ഞാൽ lt⁻⁻ ഏതാണ്, -1 ഈക്വൽ ടു u എന്ന് പറഞ്ഞാൽ വെലോസിറ്റി അല്ലേ. വെലോസിറ്റി ആയതുകൊണ്ട് തന്നെ എന്തെന്ന് എഴുതാം, lt⁻⁻ എന്തെന്ന് എഴുതാം, -1 പ്ലസ് ഇടുക. ആക്സിലറേഷന്റെ എഴുതുക, അതിനാ ഞാൻ പറഞ്ഞത് 5 എണ്ണം കാണാതെ പഠിക്കുക. ആക്സിലറേഷൻ ഏതാ, lt⁻⁻² അല്ലേ, lt⁻⁻² ഇൻറ്റു ടൈമിന്റെ ഡയമെൻഷൻ. ടൈമിന്റെ ഡയമെൻഷൻ ആരാ, മാസിന്റെ m ആണ്, ലെങ്തിന്റെ l ആണ്, ടൈമിന്റെ t ആണ്. ഓക്കെ, ഇവിടെ സോൾവ് ചെയ്യാനായിട്ട് പ്രത്യേകിച്ച് ഒന്നുമില്ല. അപ്പൊ എന്തെന്ന് എഴുതാം, lt⁻⁻1 എന്ന് എഴുതാം. ഈക്വൽ ടു പറ, ഈക്വൽ ടു lt⁻⁻1 പ്ലസ് ഇതൊന്ന് ചെയ്ത് പറഞ്ഞേടെ. ഇവിടെ എല്ലിന്റെ ടൈം പ്രത്യേകിച്ച് ഒന്നുമില്ല, പക്ഷെ t⁻⁻2ഉം t⁻1ഉം ഉണ്ട്. അപ്പൊ ഓർത്തിരിക്കുക, a⁻m ഇൻറ്റു a⁻n എന്ന് പറഞ്ഞാൽ അത് a⁻m+n ആണ്.
വലുതായ കാര്യമൊന്നും അല്ല. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എന്ന് പറഞ്ഞാൽ എ റൈസ് ടു എം പ്ലസ് എൻ ആണ്. അങ്ങനെയാണെങ്കിൽ പറഞ്ഞേ ടി റൈസ് ടു -2 ഇൻറ്റു ടി റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ ടി റൈസ് ടു കൂട്ടി എഴുതുക -2 + 1 എന്ന് പറഞ്ഞാൽ ടി റൈസ് ടു -1. സിമ്പിൾ. ഇവിടെ എഴുതുക എൽ ടി റൈസ് ടു -1. ശ്രദ്ധിച്ചേടെ, ആദ്യ ടേം എൽ ടി റൈസ് ടു -1, രണ്ടാമത്തെ ടേം എൽ ടി റൈസ് ടു -1, മൂന്നാമത്തെ ടേം എൽ ടി റൈസ് ടു -1. 3 ടേം ഒരുപോലെ വന്നില്ലേ? അതുകൊണ്ട് ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി കറക്റ്റ്. ഓക്കെ, അടുത്ത ചോദ്യം നോക്കാം. കൂട്ടത്തി പറയാം പെട്ടെന്ന് എന്റെ കൂടെ അങ്ങ് ചെയ്യാം. ഓക്കെ, സെക്കൻഡ് ഇക്വേഷൻ v² = u² + 2as ആണ്. വെലോസിറ്റി ആക്സിലറേഷൻ ഡിസ്റ്റൻസ്. പെട്ടെന്ന് എഴുതിക്ക്. വെലോസിറ്റിയുടെ ഡയമെൻഷൻ എൽ ടി റൈസ് ടു -1. അതിന് എന്ത് കൊടുക്കുക? സ്ക്വയർ കൊടുക്കുക. സമം u വെലോസിറ്റി ആണ്. അപ്പൊ എന്തെന്ന് എഴുതുക? എൽ ടി റൈസ് ടു -1 സ്ക്വയർ പ്ലസ് 2 നമ്പർ അല്ലേ, നമ്പറിന് എന്തില്ല? ഡയമെൻഷൻ ഇല്ല. എ മീൻസ് ആക്സിലറേഷൻ. എഴുതുക. ആക്സിലറേഷൻ ഏതാ? എൽ ടി റൈസ് ടു -2 ഇൻറ്റു എസ് ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസിന്റെ ഡയമെൻഷൻ ആരാണ്? എൽ ആണ്. സോൾവ് ചെയ്യുക. പ്രത്യേകിച്ച് ചെയ്യാനൊന്നുമില്ല. പക്ഷേ ഈ സ്ക്വയർ രണ്ടിനും എന്ത് ചെയ്യുക? അപ്ലൈ ചെയ്യുമ്പോൾ L² ടി റൈസ് ടു -2 എന്ന് കിട്ടും. ഈക്വൽ ടു ഇതുപോലെ സ്ക്വയർ അപ്ലൈ ചെയ്യുക, രണ്ടിനും കൊടുക്കുമ്പോൾ L² ടി റൈസ് ടു -2 പ്ലസ് ഇവിടെ നോക്കിക്കേടെ L റൈസ് ടു 1 ഇൻറ്റു L റൈസ് ടു 1 നേരത്തെ എഴുതിയതാ. എ റൈസ് ടു എം ഇൻറ്റു എ റൈസ് ടു എൻ എ റൈസ് ടു എം പ്ലസ് എൻ. അങ്ങനെ ചെയ്യുമ്പോൾ L റൈസ് ടു 1 ഇൻറ്റു L റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ അത് L² ആണ്. L² ഇൻറ്റു ടി റൈസ് ടു -2. നോക്കിക്കേടെ 3 ടേംസിന്റെ ഡയമെൻഷൻ L² ടി റൈസ് ടു -2 എന്നില്ലേ? അതുകൊണ്ട് 3 ടേം ആയിരുന്നു ഉണ്ടായിരുന്നത്. 3 ടേംസിന്റെ ഡയമെൻഷനും ഒരുപോലെ വന്നത് കൊണ്ട് ഈ പറഞ്ഞ രണ്ടാമത്തെ ഇക്വേഷനും ഡയമെൻഷനലി കറക്റ്റ് ആണ്. മൂന്നാമത്തെ ഇനി വേഗം ചെയ്യാൻ പറ്റും. മൂന്നാമത്തെ ഇക്വേഷൻ നോക്കി. മൂന്നാമത്തെ ഇക്വേഷനുമായി ബന്ധപ്പെട്ട് 3 ടേംസ് ഉണ്ട് അല്ലേ? ഇതൊരു ടേമും ഇതൊരു ടേമും ഇതൊരു ടേം. ഓക്കെ, ഓരോന്നിന്റെ ഡയമെൻഷൻ എഴുതുക. എസ് ഡിസ്റ്റൻസ്, യു വെലോസിറ്റി, ടി ടൈം, ആക്സിലറേഷൻ, ടി ടൈം. പെട്ടെന്ന് എഴുതിക്കുക. എസ് ഡിസ്റ്റൻസ് അല്ലേ, ഡിസ്റ്റൻസിന് എങ്ങനെ എഴുതുക? എൽ എഴുതുക. ഈക്വൽ ടു യു ടി, യു മീൻസ് വെലോസിറ്റി ആണ്. അപ്പൊ വെലോസിറ്റി ഡയമെൻഷൻ എൽ ടി റൈസ് ടു -1 ഇൻറ്റു ടൈം മീൻസ് അത് ടി ആണ്. നടുക്കുള്ള ചിഹ്നം ഇടുക. പ്ലസ് ആണെങ്കിൽ പ്ലസ് ഇടുക, മൈനസ് ആണെങ്കിൽ മൈനസ് ഇടുക. ഹാഫ് അല്ലെങ്കിൽ 1/2 എന്ന് പറയുന്ന നമ്പറാണ്. നമ്പറിന് പ്രത്യേകിച്ച് ഡയമെൻഷൻ ഇല്ല. എ മീൻസ് ആക്സിലറേഷൻ ആണ്. ആക്സിലറേഷൻ ഡയമെൻഷൻ എൽ ടി റൈസ് ടു -2 ആണ് ഇൻറ്റു ടി സ്ക്വയർ. ടി സ്ക്വയർ മീൻസ് ടൈം ഇൻറ്റു സ്ക്വയർ അല്ലേ? കിട്ടി. ഇനി ഒന്ന് സോൾവ് ചെയ്ത് നോക്കുക. ഇവിടെ പ്രത്യേകിച്ച് എഴുതാനൊന്നുമില്ല. അപ്പൊ എൽ എഴുതുക. ഇവിടെ ചെയ്യുമ്പോൾ എല്ലിന്റെ ടൈം വേറെ ആരുമില്ല. എൽ എഴുതുക. ടി റൈസ് ടു 1 ഇൻറ്റു ടി റൈസ് ടു 1 ചെയ്യുമ്പോൾ ടി റൈസ് ടു 0 ഒരു സംഖ്യ റൈസ് ടു 0 എന്ന് പറഞ്ഞ ആൻസർ 1 ആണ്. അപ്പൊ ടി റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1 ആണ്. എൽ ഇൻറ്റു 1 ആരാണ്? എല്ലാം. പ്ലസ് അടുത്തത് എൽ ഇൻറ്റു ടി റൈസ് ടു -2 ഇൻറ്റു ടി സ്ക്വയർ എന്നാ പറഞ്ഞത്. അപ്പൊ -2 + 2 എന്ന് വരും. ആൻസർ എത്ര കിട്ടും? ടി റൈസ് ടു 0 എന്ന് പറഞ്ഞാൽ 1. അപ്പൊ എൽ ഇൻറ്റു 1 എന്ന് പറഞ്ഞാൽ നോക്കിക്കേടെ 3 ടേം ആണ് ഉണ്ടായിരുന്നത്. 3 ടേമിന്റെ ഡയമെൻഷൻ എന്തായിട്ട് കിട്ടി? ഒരുപോലെ വന്നു. അതുകൊണ്ട് ദിസ് ഇക്വേഷൻ ഈസ് ആൾസോ ഡയമെൻഷനലി കറക്റ്റ്. ഓക്കെ, നാലാമത്തെ. അപ്പൊ നിങ്ങൾക്ക് ഒരു ഡൗട്ട് വരാം, ഈ പറയുന്ന എല്ലാ ഇക്വേഷനും കറക്റ്റ് ആയിട്ട് വരുമില്ലേ എന്ന് ഡൗട്ട് വരാം. അല്ല, ചില ഇക്വേഷൻസ് കിട്ടാതെ വരും. അപ്പൊ നിങ്ങൾ അവസാനം എഴുതി നിർത്തുക ദിസ് ഇക്വേഷൻ ഈസ് ഡയമെൻഷനലി ഇൻകറക്റ്റ് എന്ന് എഴുതുക. അപ്പൊ ഇവിടെ കറക്റ്റ് ആയതുകൊണ്ട് ഇവിടെ ഈക്വൽ ടു കൊടുക്കുക. കറക്റ്റ് അല്ലെങ്കിൽ നോട്ട് ഈക്വൽ ടു കൊടുക്കുക. ഓക്കെ, നാലാമത്തെ ചോദ്യം F = ma. ന്യൂട്ടന്റെ രണ്ടാമത്തെ ചലന നിയമവുമായി ബന്ധപ്പെട്ട ഇക്വേഷൻ ഇതിലൊക്കെ പഠിച്ചതാണ്. എഫ് ഫോഴ്സ് ആണ്, എം മാസ് ആണ്, എ ആക്സിലറേഷൻ. ഇത് എളുപ്പമല്ലേ? ഇവിടെ ഒരു ടൈമും ഇവിടെ ഒരു ടൈമും. ഇതിന്റെ രണ്ടിന്റെ ഡയമെൻഷൻ ഒരുപോലെ വരുമെന്ന് ചെക്ക് ചെയ്യുക. ഫോഴ്സിന്റെ ഡയമെൻഷൻ അതിനാ ഞാൻ പറഞ്ഞത് കാണാതെ പഠിക്കാൻ. ഫോഴ്സിന്റെ ഡയമെൻഷൻ ഏതാ? ml ടി റൈസ് ടു -2 ഈക്വൽ ടു മാസിന്റെ ഡയമെൻഷൻ. മാസിന്റെ ഡയമെൻഷൻ ആരാ? അത് എം ആണ്. ഇൻറ്റു ആക്സിലറേഷന്റെ ഡയമെൻഷൻ അതാരാ? അത് എൽ ടി റൈസ് ടു ആരാണ്? -2 ആണ്. ഇവിടെ ചേർത്ത് എഴുതാനൊന്നുമില്ല, അതുപോലെ എഴുതുക. ml ടി റൈസ് ടു -2 ഈക്വൽ ടു ഇതിനൊന്ന് ചേർത്ത് എഴുതുക. ml ടി റൈസ് ടു -2
നോക്കിക്കടേ, 2 ടേമാണ് ഉണ്ടായത്. 2 ടേമിന്റെ ഡയമെൻഷൻ ഇതാ ഒരുപോലെ വന്നു. അതുകൊണ്ട് ദിസ് ഇക്വേഷൻ ഈസ് ആൾസോ ഡയമെൻഷനലി കറക്റ്റ്. ലാസ്റ്റ് ചോദ്യം, അവസാനത്തെ ചോദ്യം. നോക്കുമ്പോൾ തന്നെ അറിയാം, ഈ പറഞ്ഞ 4 സമവാക്യങ്ങളിൽ നിന്നും ഇതിനൊരു പ്രത്യേകത ഉണ്ട്. കാര്യം ഈ ഇക്വേഷനിൽ ആരുണ്ട്? ഒരു റൂട്ട് ഉണ്ട്. റൂട്ട് വരുന്ന ക്വസ്റ്റ്യൻ കിട്ടിയാൽ, നിങ്ങൾക്ക് തരുന്ന ചോദ്യത്തിൽ റൂട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ആദ്യം ആ റൂട്ട് മാറ്റണം. മാറ്റിയതിനു ശേഷം മാത്രമേ ഈ പറഞ്ഞ ഡയമെൻഷൻസ് എന്ത് ചെയ്യാവൂ, കൊടുക്കാവൂ. അല്ലാതെയും ചെയ്യാം, പക്ഷെ അതിന്റെ ഒരു രീതി തെറ്റാതിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഇക്വേഷനെ ഒന്ന് റൂട്ട് മാറ്റുക. റൂട്ട് മാറ്റാൻ എന്ത് ചെയ്യുക, സ്ക്വയർ ചെയ്യുക അല്ലെ. ഇപ്പൊ ടിക്ക് സ്ക്വയർ കൊടുത്താൽ അത് ടി സ്ക്വയർ ഈക്വൽ ടു 2ന്റെ സ്ക്വയർ 4, പൈയുടെ സ്ക്വയർ പൈ സ്ക്വയർ ഇൻറ്റു റൂട്ടിന് സ്ക്വയർ ചെയ്യുമ്പോൾ റൂട്ടും സ്ക്വയറും ക്യാൻസൽ ആയി ബാക്കി ആര് വരും, L/G എന്ന് കിട്ടും. ഇങ്ങനെ ആക്കി എഴുതുക. ഇങ്ങനെ ആക്കി എഴുതിയതിനു ശേഷം ഇനി നിങ്ങൾ പഠിച്ചിട്ടുള്ള എന്ത് കൊടുക്കുക, ഡയമെൻഷൻ അപ്ലൈ ചെയ്യുക. ടൈം ടി അല്ലേ, അപ്പോൾ ടൈമിന്റെ ഡയമെൻഷൻ ടി ആണ്. അതിനെന്ത് കൊടുക്കുക, സ്ക്വയർ കൊടുക്കുക. ഈക്വൽ ടു 4 എന്ന് പറഞ്ഞാലും പൈ എന്ന് പറഞ്ഞാലും കോൺസ്റ്റന്റുകളാണ്. അതിന് പ്രത്യേകിച്ച് എന്തില്ല, ഡയമെൻഷൻ ഇല്ല. L എന്ന് പറഞ്ഞാൽ നീളമാണ്, നീളത്തിന്റെ ഡയമെൻഷൻ എല്ലാം ഡിവൈഡഡ് ബൈ G. G എന്ന് പറഞ്ഞാൽ ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്നാണ്. ശ്രദ്ധിച്ചോളാം, ജിയുടെ പേര് നമ്മൾ പിന്നീട് പഠിക്കുക. ഈ വാക്ക് മാത്രം നിങ്ങൾ ഓർമ്മിച്ച് വെച്ചോളാം. ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഭൂഗുരുത്വ ത്വരണം എന്ന് മലയാളത്തിൽ പറയും കേട്ടോ. ഇതിന്റെ ഇംഗ്ലീഷ് വാക്കാണ് ആക്സിലറേഷൻ ഡ്യൂ ടു ഗ്രാവിറ്റി. അപ്പോ ഇതൊരു ആക്സിലറേഷൻ ആണ് അല്ലേ, പേരിൽ തന്നെ ഉണ്ട്. അപ്പൊ ഇതിന്റെ ഡയമെൻഷൻ പറഞ്ഞാൽ നിങ്ങൾ ആക്സിലറേഷന്റെ പറഞ്ഞാൽ മതി, L/-2 പറഞ്ഞാൽ. അപ്പൊ ജിയുടെ സ്ഥാനത്ത് ഇത് അപ്ലൈ ചെയ്യുക. ഇത് കൊടുത്താൽ ഡിവൈഡഡ് ബൈ ഏതെഴുതുക, L/-2 എടുക്കുക. ഇവിടത്തെ ഈ എല്ലും ക്യാൻസൽ ചെയ്യും. ഡിനോമിനേറ്ററിൽ മൈനസ് വന്നാൽ ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ പോസിറ്റീവ് ആവും. ഡിനോമിനേറ്ററിൽ പോസിറ്റീവ് ആണെങ്കിൽ ന്യൂമറേറ്ററിലേക്ക് വരുമ്പോൾ മൈനസ് ആവും, ഓപ്പോസിറ്റ് ആവും. ഇവിടെ മൈനസ് അല്ലേ, ഇത് മേളിൽ വരുമ്പോൾ പ്ലസ് ആവും. പ്ലസ് ആക്കി എഴുതിക്കേ, ടിക്ക് സ്ക്വയർ കൊടുത്താൽ ടി സ്ക്വയർ ഈക്വൽ ടു ഇയാള് മേളിൽ വരുമ്പോൾ പോസിറ്റീവ് ആയി മാറും, ടി സ്ക്വയർ. നോക്കിക്കേ, 2 ടേംസ് ആണ് ഇവിടെ ഉണ്ടായിരുന്നത്. ഇതൊരു ടേം, ഇത് ഇത്രയും ഒരു ടേം. 2ന്റെ ഡയമെൻഷനും ടി സ്ക്വയർ ആണ്. ഡയമെൻഷൻ ഒരുപോലെ വന്നത് കൊണ്ട് ഈ ഇക്വേഷൻ ഡയമെൻഷനലി എന്താണ്, കറക്റ്റ്. നമ്മൾ ആകെ ഒരു കാര്യം മാത്രമേ പഠിച്ചിട്ടുള്ളൂ, യൂസസ് ഓഫ് ഡയമെൻഷൻ. ഇതിൽ ആദ്യ യൂസ് ടു ചെക്ക് ദ കറക്റ്റ്നെസ് ഓഫ് ആൻ ഇക്വേഷൻ. ഒരു ഇക്വേഷൻ ശരിയാണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. അങ്ങനെ ചെക്ക് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന രീതിയാണ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ. വാട്ട് ഈസ് പ്രിൻസിപ്പിൾ ഓഫ് ഹോമോജിനിറ്റി ഓഫ് ഡയമെൻഷൻ എന്ന് ചോദിച്ചാൽ, ആൻ ഇക്വേഷൻ വിൽ ബി കറക്റ്റ് ഇഫ് ദ ഡയമെൻഷൻസ് ഓഫ് ഈച്ച് ടേം ഓൺ ദി ഇക്വേഷൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ് ആർ സെയിം, then the equation dimensionally correct. അതായത് ഒരു ഇക്വേഷൻ എടുത്താൽ അതിന്റെ എല്ലാ ടേമുകളും ഒരുപോലെ വന്നാൽ ആ ഇക്വേഷൻ കറക്റ്റ് ആണ്. നിങ്ങൾക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് 5 ചോദ്യമാണ് ഞാൻ തന്നത്. ആ 5 ചോദ്യങ്ങളും എന്ത് ചെയ്തു, നമുക്ക് കറക്റ്റ് ആയിട്ട് കിട്ടി. എങ്ങനെയാ കിട്ടിയത്, അതിൽ ഓരോന്നിന്റെ ഡയമെൻഷൻ എഴുതിയപ്പോ അത് ഈക്വൽ ആയിട്ട് വന്നു. അതിൽ ഏറ്റവും അവസാനത്തെ ചോദ്യത്തിൽ ഒരു പ്രത്യേകതയുണ്ട്. ആ ചോദ്യത്തിൽ എന്തുണ്ട്, ആ ചോദ്യത്തിൽ ആര് വരും, റൂട്ട് വരും. അങ്ങനെ റൂട്ട് വന്നാൽ റൂട്ട് മാറ്റുന്നതിന് വേണ്ടി സ്ക്വയർ ചെയ്യുക. സ്ക്വയർ ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് കൊടുക്കാൻ പാടുള്ളൂ, ഡയമെൻഷൻ അപ്ലൈ ചെയ്യാൻ പാടുള്ളൂ. ഇത്രയുമാണ് ഈ വീഡിയോ ക്ലാസ്സിലൂടെ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ ഉദ്ദേശിച്ച കാര്യം. അപ്പോൾ അതിൽ ആദ്യ കാര്യം പഠിച്ചു, ബാക്കി 3 കാര്യങ്ങൾ നമ്മൾ ഓരോ വീഡിയോയിലായിട്ട് എന്ത് ചെയ്യും, പഠിക്കും. നിങ്ങൾ പ്രത്യേകിച്ച് ആ ഡയമെൻഷൻ ഒന്ന് കാണാതെ എഴുതി പഠിച്ചു വെച്ചിരിക്കുക. പുതിയ കാര്യം ആയതുകൊണ്ട് തന്നെ ചിലപ്പോൾ ഇച്ചിരി പ്രയാസമായിട്ടൊക്കെ തോന്നും, പക്ഷേ നിരന്തരം എഴുതി പഠിക്കുമ്പോൾ ഇതൊക്കെ എന്താണ്, സിമ്പിളാണെന്ന് മനസ്സിലാക്കും. ശരി.